ഹായ് മൈ നെയിം ഈസ് ഹക്കീം അഹമ്മദ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രോഡ് ക്യാമ്പിലെ തേർഡ് വീക്കിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വീക്ക് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. തേർഡ് വീക്കിൽ എന്തെല്ലാം ടെക്നിക്കൽ ടാസ്ക് ആണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി തേർഡ് വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൊമൈൻ വീക്കാണ്. അതായത് നമ്മൾ ഫ്ലട്ടർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡാർട്ട് ആയിരിക്കും തേർഡ് വീക്ക് പഠിക്കാനുണ്ടാവുക. നിങ്ങൾ മേണാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് JS ആയിരിക്കും, ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും തേർഡ് വീക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഈ തേർഡ് വീക്കിൽ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് ആയിരിക്കും നമ്മുടെ ഡൊമൈൻ്റെ കോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീക്ക് കുറച്ച് ടഫായിരിക്കും. റിവ്യൂവേഴ്സ് കുറച്ച് ഡെപ്തായിട്ട് കാര്യങ്ങൾ നമ്മൾ ആ ലാംഗ്വേജിൽ കുറച്ച് ഡെപ്തായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ റിവ്യൂവേഴ്സ് ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വീക്കിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് JSനെ ആണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. കഴിഞ്ഞ വീക്കിൽ, അതായത് സെക്കൻഡ് വീക്കിൽ ബേസിക് JS നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന് കുറച്ചുകൂടി ആഡ് ചെയ്യാനുള്ളത് അതിലേക്ക് ES6ൻ്റെ പുതിയ ഫീച്ചേഴ്സായ കോൾ ബാക്ക് ഫംഗ്ഷന്, അതുപോലെ തന്നെ ആരോ ഫംഗ്ഷന്, പിന്നെ റെഡ്യൂസ്, ഇതുപോലത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് പുതിയ ഫീച്ചേഴ്സിൽ JSൽ ആഡ് ചെയ്ത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് ടെക്നിക്കൽ ടാസ്കിൽ ഫസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. ആ ഡോക്യുമെൻ്റ് ജസ്റ്റ് നമുക്ക് JSൻ്റെ സിൻടാക്സ് ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഫെമിഗേഷൻ പീരീഡിൽ നമുക്ക് അവർ തരുന്ന അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും ചെയ്യുകയാണ്. പക്ഷേ അത് നമ്മൾ JSലാണ് ചെയ്യേണ്ടത്. ആ സിൻടാക്സ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് തേർഡ് വീക്കിൽ നമുക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് വീക്ക് ബാക്കിന് എന്തെല്ലാമാണ് ബ്രോഡ് ക്യാമ്പിൽ ഉണ്ടാവുക, വീക്ക് ബാക്ക് കിട്ടിയാൽ നമ്മൾക്ക് എന്തെല്ലാം പണിഷ്മെൻറ്റും കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീക്ക് ബാക്ക്, അതായത് ഒരു വീക്കാണ് നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് ടൈം ബ്രോഡ് ക്യാമ്പിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു വീക്കിനുള്ളിൽ നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു വീക്ക് കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് വീക്ക് ബാക്ക് ആവും അത്. പിന്നെ എന്നിട്ടും നമുക്ക് ആ ലാംഗ്വേജ് അതല്ലെങ്കിൽ ആ വീക്കിൽ തന്ന ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മൂന്നാമതൊരു വീക്ക് കൂടി നമുക്ക് എടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മളവിടെ 1000 rupees ഫൈൻ അടിക്കേണ്ടതുണ്ട്. അതല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വീക്ക് ബാക്ക് രണ്ടാമത്തെ വീക്കിൽ പാസ്സാകുകയാണെങ്കിൽ വേറെ ഫൈനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് വീക്ക് ബാക്ക് കിട്ടി, ഞാൻ സെക്കൻഡ് വീക്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് തേർഡ് വീക്കിൽ വീക്ക് ബാക്ക് ഒഴിവാക്കാനും. അപ്പോൾ അതുപോലെ ഇനി ഞാനും അതിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു തരാനും. ഇനി നിങ്ങൾ വരുന്നവരാണെങ്കിൽ അവർക്ക് ആ തേർഡ് വീക്കിൽ കുറച്ച് ടഫായിരിക്കും കാര്യങ്ങൾ, എന്നാലും നമുക്ക് ഒരു വീക്കിനുള്ളിൽ തന്നെ തീർക്കാൻ എന്തെല്ലാം നോക്കണം എന്നുള്ളതൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ തേർഡ് വീക്കിൽ നമുക്ക് വീക്ക് ബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് അഡ്വാൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമസ്തേ ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ 2 പ്ലേലിസ്റ്റ് വരുന്നുണ്ട്. ആ 2 പ്ലേലിസ്റ്റ് നമ്മൾ നല്ലോണം മനസ്സിലാക്കിയാൽ JS എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ JSൻ്റെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു 2 പ്ലേലിസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ റെഡ്യൂസ്, ഫിൽട്ടർ, മാപ്പ്, ഇത് 3ഉം പുതിയൊരു ഫീച്ചറാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ. അതിനെ പറ്റി നമുക്ക് പ്രാക്ടിക്കലായിട്ട് വർക്ക് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റിവ്യൂവേഴ്സ് അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ JSൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണമെന്നുള്ള ഡോക്യുമെൻ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് ഒരു വീക്കിൽ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കുറച്ച് ടഫായിരിക്കും തേർഡ് വീക്ക്. ബട്ട് ഒരു വീക്ക് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഒന്നുകൂടി നമ്മൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് പരിശ്രമിച്ചാൽ നമുക്ക് തേർഡ് വീക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം വീക്ക് ബാക്കുകൾ കുറയ്ക്കാൻ നോക്കുക. കാരണം 7 മന്തിൻ്റെ പ്രോഗ്രാം എത്രയോ നീണ്ടുപോയാൽ നമുക്ക് തന്നെ മടുപ്പ് വരും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ചിലവർക്ക് ലോജിക്ക് കത്താനൊക്കെ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അത് ക്ലിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ Node.js ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.
സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.